എന്താ ആശാനെ ഒരു വെടി? നിന്റെ തടിയിൽ നിന്ന് ഞാൻ കേടാക്കും. പുറത്തെ ടയർ മാറാ. ടയറ് പൊട്ടാൻ കണ്ട ഒരു നേരം. എടാ റപ്പായി, വരണോ? ഞാൻ ലോറി മാധവിയുടെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. നീ ആ ടയർ മാറിയിട. ആശാനെ കഴുതേ പോയി ജോലി ചെയ്യടാ. ബാധേട്ട മതി, ഇനി വീട്ടിൽ പോ. എനിക്കൊന്ന് ഉറങ്ങണം. ഞാനൊന്നും ഉറക്കില്ല. അല്ല, ഇത് ആര്? വലിയ ആൾക്കാരായപ്പോ ഞങ്ങളെയൊക്കെ ഒന്ന് മറന്നു അല്ലേ? മറന്നുകൊണ്ടല്ലേ നിന്നെ തേടി പാതിരാത്രിക്ക് വന്നത്. ആരാടി? എന്താ കാര്യം? ഒരു ചെറിയ കാര്യമുണ്ട്. താനോടെ കുടിച്ചോണ്ടിരുന്നു. നീ എന്നെ ഇരുത്തുവോടാ? എടോ, മാധവി, എടി മാധവി, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ വെളുപ്പാങ്കാലത്തിന് വിളിച്ചോണത്തണമെന്ന്. ഉണർത്തലല്ല, എനിക്ക് ഉറക്കലാണ് ജോലി. കഴുതേ, എന്തൊരു മുടിഞ്ഞ മുടൽമഞ്ഞ്. നീ മെല്ലെ പോവാശാനെ. ഒന്ന് കാണാൻ വയ്യല്ലോ. എല്ലാരും നോക്കണ കഴുതേ. അയ്യോ കർത്താവേ, അതിച്ചോ ആശാനെ, ഒന്ന് ഇറങ്ങി ഓടി വരണേ. ശരിയാണ്, ഞാൻ കുടിച്ചിരുന്നു. പക്ഷേ ലക്ക് കെട്ടിരുന്നില്ല. മുടിഞ്ഞ മൂടൽ മഞ്ഞ് കാരണം ഒന്നും കാണാൻ വയ്യായിരുന്നു. ആ മനുഷ്യൻ എപ്പോഴാണ് എന്റെ ലോറിക്കടി വന്ന് വീണതെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. അത് ശരിയാണ് യുവറോണ്. ഒന്നും അറിയാൻ വയ്യാത്ത നിലയിലായിരുന്നു പ്രതി. അതൊരു സത്യം മാത്രമാണ്. അത് മാത്രമല്ല സത്യം. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് എനിക്ക് വേണമെങ്കിൽ ഓടി രക്ഷപ്പെടാമായിരുന്നു. ഒച്ച വയ്ക്കരുത്.
ഇത് കോടതിയാണ്. സ്വരം താഴ്ത്തി സംസാരിക്കും. ആ മനുഷ്യന് ജീവനുണ്ടെങ്കിൽ രക്ഷിക്കണമെന്നുണ്ടായിരുന്നു. അപകടങ്ങളുടെ മുമ്പിൽ നിന്ന് ഒളിച്ചോടി പോകുന്നതല്ല രഘു. ഒളിച്ചോടി പോയാൽ കോടതിയും പോലീസും തന്നെ കണ്ടെത്തി പിടിക്കില്ലെന്നാണ് കരുതിയിരിക്കുന്നത്. യുവർ ഈ നിൽക്കുന്ന പ്രതി ഗണ്യധികാരിയും കഠിന ഹൃദയനും മുഴുക്കുടിയനുമായ ഒരു കുടുംബത്തിന്റെ എല്ലാ അമസ്ത്രീയുമായിരുന്ന ഒരു മനുഷ്യനെ ഇയാൾ കൊന്നു. അതാ അവിടെ ഇരുന്ന് തേങ്ങുന്ന ഇയാൾ വിധവയാക്കിയ ആ പാവപ്പെട്ട സ്ത്രീയെ ഒന്ന് ശ്രദ്ധിക്കാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് ദയവുണ്ടാകും. ആ സാധു സ്ത്രീയുടെ കെട്ടുതാലി പൊട്ടിച്ചെറിഞ്ഞ മഹാപാവിയാണ് ഈ നിൽക്കുന്ന പ്രതി. ആ സാധു സ്ത്രീയും അവരുടെ പിഞ്ചു മക്കൾക്കും ആരാണ് ഇനി ആശ്രയം? എന്താ മോളെ? എന്താ? അയ്യോ, എന്റെ മോക്ക് എന്ത് പറ്റി? ഓർഡർ ഓർഡർ ഭഗവാനെ, എന്താണ്? ഈ കേസിന്റെ വിചാരണ ഈ മാസം 20-ാം തീയതിക്ക് നീട്ടിയിരിക്കുന്നു. അവിടുത്തോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് പറയാനുള്ളത് പറയേണ്ടത് കോടതിയിലാണ്, ഇവിടെ വെച്ചല്ല. കോടതിയിൽ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? നീതി. എന്ത് നീതി? ആ ലോറി ഡ്രൈവറെ ഒരുപക്ഷെ ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കുകയോ ചെയ്യും. പക്ഷെ ഞങ്ങൾക്ക് എന്ത് കാര്യം? എന്റെ മക്കളുടെ അച്ഛൻ തിരിച്ചു വരുമോ? കാലൊടിഞ്ഞു പോയ ഈ കിഴവൻ എങ്ങനെ ജോലി ചെയ്ത് കുടുംബം പോറ്റും? കണ്ണ് കാണാത്തൊരു ഭാര്യയും പുര നിറഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണും പറക്കാൻ പറ്റാത്ത 2 കൊച്ചു പിള്ളേരും കെട്ടുതാലി അറ്റുപോയ ഈ പെണ്ണും ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു കോടതി ഈ നാട്ടിലുണ്ടോ? നിങ്ങൾക്കിപ്പോഴെന്ത് വേണമെന്നാണ് പറയുന്നത്? നേരില്ലെങ്കിൽ കേസിനെന്നും പറഞ്ഞു ഞങ്ങളെ കോടതിയിലേക്ക് വിളിക്കാതിരുന്നാൽ കൊള്ളാം. എന്റെ മോനെ കൊന്നവന് ശിക്ഷിക്കാൻ വിധിച്ചാലും രക്ഷിക്കാൻ വിധിച്ചാലും എന്റെ കുടുംബത്തിന്റെ വിധി പട്ടിണി തന്നെ. ഞങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചോളാം. കഴിയുമെങ്കിൽ ആ ലോറി ഡ്രൈവറെ ശിക്ഷിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും കൊല്ലാൻ വിധിച്ചേക്കും. പട്ടിണി കിടന്ന് ചാകുന്നതിനും ഭേദമാണ് പെട്ടെന്നുള്ള മരണം. വരുവച്ച